നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളും പ്രവർത്തകരുമായി കാൽനടയായി എത്തിയാണ് ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ അമ്പലപ്പുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി H സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലപ്പുഴ പുന്നപ്ര പറവൂരിൽ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ തീപിടിച്ചു. കാർ ഓടിച്ച ഡ്രൈവർ അടക്കം തീ പടരുന്നതിന് മുന്നേ ഇറങ്ങി ഓടിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളും പ്രവർത്തകരുമായി കാൽനടയായി എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ഡെപ്യൂട്ടി കളക്ടറും ജെ മോബിക്ക് മുൻപാകെയാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നിലവിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന ജി സുധാകരന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ UDF പ്രവർത്തകർ മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഉറച്ച വിജയപ്രതീക്ഷയിലാണ് UDFും ജി സുധാകരനെ അനുകൂലിക്കുന്നവരും ഉള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി UDFിലെ ചില നേതാക്കൾ ജി സുധാകരന്റെ വസതിയിലെത്തി ചുവരെഴുത്തും പോസ്റ്റർ പ്രചാരണമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തെ തുടർന്ന് റോഡ് ഷോ അടക്കം നഗരത്തിൽ നടത്തിയിരുന്നു. KPCC ഉപാധ്യക്ഷനും മുൻ MLAയുമായ AA ഷുക്കൂർ, കമാലം മക്കീൽ, നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് അടക്കമുള്ളവരും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ജി സുധാകരനൊപ്പം എത്തിയിരുന്നു. ഈ സമയം നൂറുകണക്കിന് UDF നേതാക്കന്മാരും പ്രവർത്തകരും കളക്ടറേറ്റ് അങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്നു. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ അമ്പലപ്പുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി H സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി H സലാം ശനിയാഴ്ച പകൽ 11-ന് കളക്ടറേറ്റിലെത്തി ഡെപ്യൂട്ടി കളക്ടർ ജെ മോബി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് മുൻപായി പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപത്തിലും തുടർന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിലും പുന്നപ്ര വയലാർ സമരനായകനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന VSന്റെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് EMS സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും നൂറുകണക്കിന് LDF പ്രവർത്തകർ അടക്കം ബഹുജനങ്ങൾക്കുമൊപ്പമാണ് മുദ്രാവാക്യ മുഖരിതമായ അന്തരീക്ഷത്തിൽ പ്രകടനമായി കളക്ടറേറ്റിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. CPIM ജില്ലാ സെക്രട്ടറി R നാസർ, LDF നേതാക്കളായ C ശ്യാംജി, EK ജയൻ, അജയ് സുധീന്ദ്രൻ, A ഓമനക്കുട്ടൻ, PK സദാശിവൻ പിള്ള, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, മുജീബ് റഹ്മാൻ, PP പവനൻ, PSM ഹുസൈൻ, അഡ്വക്കേറ്റ് R രാഹുൽ, ജമാൽ പള്ളാത്തുരുത്തി, സാദിഖ് ഉലഹൻ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ H സലാമിനൊപ്പം ഉണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപായി പുന്നപ്ര വയലാർ സമരസഖാക്കളുടെ കുടുംബാംഗങ്ങൾ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ എന്നിവരെയും H സലാം വീടുകളിൽ സന്ദർശിച്ചിരുന്നു. ആലപ്പുഴ പുന്നപ്ര പറവൂരിൽ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ തീപിടിച്ചു. കാർ ഓടിച്ച ഡ്രൈവറടക്കം തീ പടരുന്നതിന് മുന്നേ ഇറങ്ങിയോടിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ആലപ്പുഴ പുന്നപ്ര പറവൂരിൽ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചത്. കാറിനുള്ളിൽ ചൂടും പുകയും എത്തിയതോടെ ഉടൻ കാർ നിർത്തി ഡ്രൈവറടക്കം ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തി. കാറിലുള്ളവരിറങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ കാറ് ആള് കത്തുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുന്നപ്ര പോലീസും ആലപ്പുഴ അഗ്നിശമന യൂണിറ്റിൽ നിന്നും അഗ്നിശമന വാഹനവും സംഭവസ്ഥലത്തെത്തി ചേർന്നു. തുടർന്ന് 1 മണിക്കൂറത്തെ പരിശ്രമ ഫലമായി തീ അണയ്ക്കുകയായിരുന്നു. കാറിനുള്ളിൽ പെട്ടെന്ന് തീപിടിക്കാനുള്ള കാര്യം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആകാം തീ ആളിക്കത്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം കാറിലുണ്ടായിരുന്നവർ കൃത്യസമയം കാറിൽ നിന്നും ചാടിയിറങ്ങി ഓടിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായതെന്നും ദൃക്സാക്ഷികളും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDGS ഇത്തവണ 23 സീറ്റിൽ മത്സരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJS ഇത്തവണ 23 സീറ്റിൽ മത്സരിക്കുമെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 12 പേരുടെ പേര് പ്രഖ്യാപിച്ചു. ഇനി 11 പേരുടെ പേരുകൾ ഉടൻ പ്രഖ്യാപിക്കും. രണ്ടും ഇപ്പൊ LDF-ന്റെയും UDF-ന്റെയും അത് പേയ്മെന്റ് സീറ്റ് തന്നെയാണെന്നുള്ള അറിയാൻ വയ്യാത്ത നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പണ്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന MLA അന്ന് അദ്ദേഹം പൈസ കൊടുത്താണ് സീറ്റ് വാങ്ങിയെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിനുശേഷം ഇപ്പൊ കോൺഗ്രസിന്റെ ആളും ഇപ്പൊ പേയ്മെന്റ് സീറ്റായിട്ട് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഈ 2 പേയ്മെന്റ് കൊടുത്ത ആളുകളും ഇതുവരെ കുട്ടനാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കുട്ടനാട്ടിനെ സംബന്ധിച്ചോളം അവിടെ ജനിച്ചു വളർന്ന അതുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്ന സാധാരണക്കാരോടൊപ്പം ജീവിക്കുന്ന ആളാണ് സന്തോഷ് ശാന്തി എന്ന് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ കുട്ടനാട്ടിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നവരാണ് കുട്ടനാട്ടുകാർ. ഇത്രയും വർഷങ്ങളായിട്ട് ഈ പറയുന്ന LDF-ന്റെ സ്ഥാനാർത്ഥി ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ UDF-ന്റെ പുതിയൊരു സ്ഥാനാർത്ഥി കുറേ നാളുകളായി അവിടെ കൊണ്ടുവന്ന് എല്ലാ സ്ഥലങ്ങളിലും പണം കൊടുക്കുന്നതല്ലാതെ അവർക്ക് അവരുടെ താഴെത്തട്ടിൽ സാധാരണ ജനവുമായിട്ട് എന്ത് ബന്ധം? അവിടുത്തെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് പോലും അവർക്കറിയാൻ പറ്റാത്ത ആളുകളാണ് മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ കുട്ടനാട് ജയിക്കാൻ അല്ലെങ്കിൽ കുട്ടനാടുകാർക്ക് ഏറ്റവും താല്പര്യം ഉണ്ടാകുന്നതും ഈ പറയുന്ന സന്തോഷ് ശാന്തി എന്ന് പറയുന്ന BDS-ന്റെ സ്ഥാനാർത്ഥിയോട് തന്നെയായിരിക്കും. ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്താണ്. കുട്ടനാട് സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്ന് ആലപ്പുഴക്കാർക്ക് നന്നായി അറിയാം. LDF ആണെങ്കിലും UDF ആണെങ്കിലും പേയ്മെന്റ് വാങ്ങിയാണ് സീറ്റ് കുട്ടനാട്ടിൽ നൽകുന്നത്. കഴിഞ്ഞ തവണ LDF കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയും ഇത്തവണ UDF കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയും കുട്ടനാടിനായി ഒന്നും ചെയ്തിട്ടില്ല. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിൽ താമസിച്ച് അവിടെയുള്ളവരുടെ വിഷമവും പ്രയാസവും മനസ്സിലാക്കിയിട്ടുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയെയാണ് നിർത്തേണ്ടത്. അത്തരത്തിലൊരു വ്യക്തിയാണ് സന്തോഷ് ശാന്തി. അദ്ദേഹമാണ് കുട്ടനാട്ടിൽ വിജയിക്കുന്നതെങ്കിൽ കുട്ടനാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നവരാണ് കുട്ടനാട്ടിലുള്ളതെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നഗരത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി. ആലപ്പുഴ നാൽപ്പാലത്തിന് സമീപത്തു നിന്നുമാണ് റൂട്ട് മാർച്ച് ആരംഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ റൂട്ട് മാർച്ചിന് മുന്നേ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്രസേനയുമായി ചേർന്നാണ് ജില്ലാ പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത്. ആലപ്പുഴ നാൽപ്പാലത്ത് നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ചിന് മുന്നോടിയായി സേനാംഗങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച കർശന നിർദ്ദേശം നൽകി. അഡീഷണൽ SP ജിൽസൺ മാത്യു, ആലപ്പുഴ DYSP GB മുകേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. നാൽപ്പാലത്ത് നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് സെക്രിയ ബസാർ, കളക്ട്രേറ്റ് ജംഗ്ഷൻ, വെള്ളക്കിണർ ജംഗ്ഷൻ, ജനറൽ ആശുപത്രി ജംഗ്ഷൻ വഴി ഇരുമ്പുപാലത്തിന് സമീപം സമാപിച്ചു. സൗത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ITBP അസിസ്റ്റന്റ് കമാൻഡന്റ് N ലെനിന്റെ നേതൃത്വത്തിൽ ITBP-യിലെ തന്നെ 2 പ്ലാറ്റൂണും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. സൗത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആൻഡ് SHO V വിനീഷ് റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളും പ്രവർത്തകരുമായി കാൽനടയായി എത്തിയാണ് G സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 100 കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ അമ്പലപ്പുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി H സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലപ്പുഴ പുന്നപ്ര പറവൂരിൽ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ തീപിടിച്ചു. കാർ ഓടിച്ച ഡ്രൈവർ അടക്കം തീ പടരുന്നതിന് മുന്നേ ഇറങ്ങി ഓടിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.